100% ഇപ്പോൾ അത് സ്റ്റേറ്റ് ഗവൺമെന്റും പറഞ്ഞല്ലോ. സ്റ്റേറ്റ് ഗവൺമെന്റ് നേരത്തെ പറയാമായിരുന്നു. അത് വേറെ കാര്യം. മുൻപത്ത് പരസ്പര ധാരണ ഉണ്ടായാൽ തീരുന്ന വിഷയങ്ങൾ, അല്ലാത്ത ഒന്നുമില്ല. പരിഹരിക്കാവുന്ന വിഷയം മാത്രമേ ഉള്ളൂ. എത്ര വിഷയങ്ങൾ ഞങ്ങളൊക്കെ ഒക്കെ മിനിസ്റ്റേഴ്സ് ചെയ്യുന്നില്ലേ? അങ്ങനെ എത്ര വിഷയങ്ങൾ ഞങ്ങൾ പരിഹരിച്ചിരിക്കുന്നു. തർക്കം ഉണ്ടെങ്കിൽ രണ്ടു കൂട്ടരും സമ്മതിച്ചാൽ പ്രശ്നം തീരൂലേ? തീരുമാനം മുഖ്യധാരാ മുസ്ലിം സംഘടനകളൊക്കെ വിട്ടുകൊടുത്താണല്ലോ ഗവൺമെന്റിന്. അതവിടെ തീർക്കാവുന്നതേ ഉള്ളൂ. യാതൊരു പ്രയാസവുമില്ല. എന്നിട്ടും ഇത്ര ദിവസമായിട്ടും അവിടെ സമരം തുടരുകയാണ്. അത് ബിജെപി അത് വലിയ രീതിയിൽ ചർച്ചയാക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത്ര ദിവസമായിട്ട് അത് പരിഹരിക്കാൻ പറ്റാത്തത്? അതെ, സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അതിന് അപ്രോപ്രിയേറ്റ് ടൈമിൽ അങ്ങനെ ഒരു മൂവ് വന്നില്ല. എല്ലാവരും വിളിച്ചുകൂട്ടിയില്ലല്ലോ. വിളിച്ചുകൂട്ടിയിരുന്നെങ്കിൽ ആ പ്രശ്നം തീരുമായിരുന്നു എന്നാണ് ഞങ്ങളെ അഭിപ്രായം. സർക്കാരിന് അതിൻ്റെതായ ന്യായമുണ്ട്. കമ്മീഷനെ വെച്ചു. കമ്മീഷൻ വെച്ചതിനെതിരെ ചിലർ കോടതിയിൽ പോയി കമ്മീഷൻ സ്റ്റേ ചെയ്തു. ഇന്നിപ്പോ ആ കേസ്, കമ്മീഷനെ സ്റ്റേ ചെയ്ത കേസിനെതിരായി ഗവൺമെന്റ് കൊടുത്ത ഡിവിഷൻ ബെഞ്ചിൽ ഹർജി ഇന്ന് വരുന്നുണ്ട്. ഒരുപക്ഷെ സർക്കാരിന് സ്റ്റേ കിട്ടിയാൽ സർക്കാരിന് ഇപ്പോൾ മുൻകൈ എടുക്കാവുന്നേ ഉള്ളൂ. ഇനി അതല്ല, സ്റ്റേ കിട്ടിയില്ലെങ്കിലും സർക്കാരിന് വിഷയം തീർക്കാവുന്നതേ ഉള്ളൂ. ഈ വഖഫ് നിയമത്തിന്റെ പേരിൽ സാമൂഹിക ധ്രുവീകരണം നടക്കുന്നുണ്ടെന്നാണ് സോണിയാഗാന്ധി പറഞ്ഞത്. ഏപ്രിൽ 3 അക്ഷരാർത്ഥത്തിൽ വഖഫിനെയും കത്തോലിക്ക സഭയും ഇരുതട്ടിലാക്കിയുള്ള തലക്കെട്ടോടെ ഓർഗനൈസർ ലേഖനം പ്രത്യക്ഷപ്പെട്ടു. ഇതിനെ ചെറുക്കാൻ കേരളത്തിലെ മതനിരപേക്ഷ സഖ്യങ്ങൾ കൈകോർക്കേണ്ടതുണ്ട്. അല്ല, ഇത് ഇന്ന് ഒരു കൂട്ടർക്ക് എതിരാണെങ്കിൽ നാളെ വേറൊരു കൂട്ടർക്ക് എതിരായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരും എന്നുള്ളത് എല്ലാ മതേതര കക്ഷികളും പാർലമെന്റിനകത്തും പുറത്തും, ഇപ്പോൾ ബഷീർ സാഹിബ് പ്രസംഗിച്ചത് തന്നെയാണല്ലോ. പാർലമെന്റിനകത്തും പുറത്തും ഒക്കെ എല്ലാവരും പറഞ്ഞത് തന്നെയാണ്. അതിനെതിരായി ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി നിൽക്കുന്നുണ്ട്. അതിനെതിരായി എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ടത് തന്നെയാണ് മതേതര കക്ഷികളൊക്കെ, സംശയമില്ല. സമയത്ത് നടന്നൊരു പ്രചരണം എന്ന് പറയുന്നത് സിഎ നടപ്പാക്കി കഴിഞ്ഞാൽ രാജ്യത്ത് മുസ്ലിങ്ങളുടെ പൗരത്വം ഇല്ലാണ്ടാവുന്നതാണ്. പക്ഷെ സിഎ നടപ്പാക്കി ഇത്രയും കാലമായിട്ട് അങ്ങനെ ഒരു സംഭവം പോലും നടന്നിട്ടില്ല. അപ്പൊ ബിജെപി പാർലമെന്റിൽ തന്നെ പറഞ്ഞത് സിഎ പോലെ തന്നെ മുസ്ലിം സമൂഹത്തെ വീണ്ടും പറ്റിക്കാൻ വേണ്ടി ഒരു പ്രചരണം നടത്തുന്നു. അത്രേ ഉള്ളൂ എന്നതാണ്. സിഎ അവർ കരുതിയമാതിരി നടപ്പിലാക്കാനുള്ള ഭൂരിപക്ഷം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കിട്ടിയാൽ കാണായിരുന്നു. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അതിനുള്ള ഭൂരിപക്ഷം കിട്ടാതെ 3-2 ഒക്കെ ഉപയോഗിച്ച് പടികടത്താനുള്ള ഭൂരിപക്ഷം കിട്ടാത്തതുകൊണ്ടാണ് അത്ര ഒരു മെജോറിറ്റി ഈ ഗവൺമെന്റിന് ഇല്ലാതെ പോയി. അതുകൊണ്ട് അങ്ങ് നടപ്പാക്കാൻ പറ്റാത്ത രാഷ്ട്രീയ സാഹചര്യം പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ബിജെപിക്ക് രാജ്യത്ത് വന്നുപെട്ടു. അതേപോലെ തന്നെ അത്രയും കാലം താമസിച്ചത് ഞങ്ങളുടെ ലിറ്റിഗേഷൻ കൊണ്ടാണ്. പൗരത്വ കേസിൽ ഞങ്ങൾ കൊടുത്ത കേസ് അതൊരു കാരണമാണ് പെട്ടെന്ന് നടപ്പിലാക്കാതിരിക്കാൻ. എല്ലാവർക്കും അറിയുന്ന കാര്യമില്ല. ഞങ്ങളെ കേസ് വന്നുകൊണ്ടാണ് അന്ന് റൂൾസ് കൊണ്ടുവരാതിരുന്നത്. റൂൾസ് കൊണ്ടുവന്നിട്ടില്ല, അതുവരെ വെയിറ്റ് ചെയ്യണമെന്നാണ് ഗവൺമെന്റ് വാദിച്ചത് തന്നെ. അതിനർത്ഥം എന്താ? ടൈം ബൈ ചെയ്യാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നാണ്. ടൈം ബൈ ചെയ്ത് പാർലമെന്റ് ഇലക്ഷൻ വന്നു. പാർലമെന്റ് ഇലക്ഷൻ വന്നപ്പോൾ അവർക്ക് മെജോറിറ്റി കിട്ടിയില്ല. താങ്ങി നിർത്തിയ ഒരു ഗവൺമെന്റാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ടാണ് നടപ്പിലാകാത്തത്. ഈ മുനമ്പം വിഷയത്തില് ഇപ്പോ ഈ പ്രശ്നം തീർക്കാൻ സർക്കാർ നിയോഗിച്ച കമ്മീഷന് തുടരാമെന്ന് ഹൈക്കോടതിയുടെ ഒരു ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് കൂടി വന്നു. അത് പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാനിപ്പോ പറഞ്ഞേ ഉള്ളൂ. മുനമ്പം കമ്മീഷനെ സിംഗിൾ ബെഞ്ച് സ്റ്റേ ചെയ്തതാണ് കോംപ്ലിക്കേഷൻ മുഴുവൻ ഉണ്ടാക്കിയത്. ആ സ്റ്റേ ലീഗലായി നിൽക്കുന്നതല്ല എന്ന് ഞങ്ങളൊക്കെ പറഞ്ഞതാണ്. അത് സ്റ്റേ ചെയ്യണം എന്ന് ഗവൺമെന്റ് കോടതിയിൽ വാദിക്കുകയും ഇപ്പൊ ഗവൺമെന്റ് തന്നെ പറയുന്നുണ്ട് പ്രശ്നം തീർക്കാൻ ഞങ്ങൾക്ക് അധികാരമുണ്ട്. അത് ബില്ല് പാസ്സാവോളം കാത്തിരിക്കേണ്ടിയിരുന്നോ എന്നാണ് ഞങ്ങളെ ചോദ്യം. ഈ മുസ്ലിം സംഘടനകളൊക്കെ ഗവൺമെന്റിന് വിട്ടുകൊടുത്തപ്പോൾ ഇതാകാമായിരുന്നില്ലേ എന്ന് അന്ന് ഞങ്ങൾ ചോദിച്ചതാണ്. പകരം ഗവൺമെന്റ് അതിന് കമ്മീഷൻ വെച്ചു. അത് തന്നെ ഒരു ഡിലേക്ക് കാരണമായി. കമ്മീഷൻ വെക്കാതെ തന്നെ തീർക്കാമായിരുന്നു. അവർ വെച്ചൊരു കമ്മീഷൻ ഉണ്ടാക്കിയ വല ആയതുകൊണ്ടാണ് ഗവൺമെന്റിന് കമ്മീഷൻ വെക്കേണ്ടി വന്നത്. നേരത്തെ ഒരു കമ്മീഷൻ അവരുണ്ടാക്കിയ വലയാണത്. അങ്ങനെ കമ്മീഷൻ വന്നു. ആ കമ്മീഷനെ സ്റ്റേ ചെയ്തു. അങ്ങനെ അടുത്ത തെരഞ്ഞെടുപ്പ് വരെ കൊണ്ടുപോകലായി. പിന്നെ ബിജെപിയുടെ തന്ത്രം അതിന് വളം വെച്ച് കൊടുക്കലായി. ഇപ്പോൾ ബില്ല് പാസ്സായപ്പോൾ അവർ ശക്തമായിട്ട് കോടതിയുടെ മുമ്പിൽ എന്ന് പറഞ്ഞു സ്റ്റേ വെക്കേറ്റ് ചെയ്യണം. ആ സ്റ്റേ തന്നെ ഇല്ലീഗലാണെന്ന് നമ്മൾ വാദിച്ചു. കറക്റ്റാന്നിപ്പോൾ വന്നു. ഞങ്ങളും അതിൽ ആ കേസിൽ
അതേപോലെ ട്രിബ്യൂണലിന്റെ മുമ്പിൽ ഒക്കെ ഒരുമിച്ച് മുനമ്പംകാരും ഞങ്ങളും ഒരുമിച്ച് വാദിക്കാൻ തയ്യാറാണ്. അവർക്ക് നീതി കൊടുക്കണം എന്നുള്ളത് ആർക്കാ സംശയം? അതിന് ഇന്ത്യ രാജ്യത്തെ മുഴുവൻ കുഴപ്പത്തിലാക്കുന്ന ഒക്കപ്പ് നിയമം പാസ്സാക്കേണ്ട കാര്യമില്ല. ഈ പുതിയ ഭേദഗതിയില് എല്ലാ ഭേദഗതിയും വിമർശിക്കുന്നുണ്ടോ അതോ അല്ലെ ചില ക്ലോസുകളോ മാത്രം? എല്ലാവരും ബില്ലിനെ ഒന്നിച്ച് എതിർക്കുക തന്നെയാണ്. എല്ലാ ഭേദഗതികളെയും എല്ലാ അങ്ങനല്ലേ അല്ലേ അങ്ങനെ തന്നെ ഉണ്ടായി. ടോട്ടൽ എതിർക്കുക തന്നെ. അതിന്റെ മുനമ്പം പ്രശ്നം തീർക്കാൻ പിന്നെ ഈ ഒക്കം ബില്ലിന്റെ ഒരാവശ്യമില്ല. ഈ ഒക്കം ബില്ല് പാസ്സായതുകൊണ്ട് മുനമ്പം പ്രശ്നം കൊണ്ട് തീരുമില്ല. അതിന് വേറെ തന്നെ സംസ്ഥാന ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ് എടുക്കണം. കോടതി ഇപ്പോൾ സ്റ്റേ വെക്കേറ്റ് ചെയ്തുകൊണ്ട് ഗവൺമെന്റ് കുറച്ചും കൂടി ഫ്രീഡം കിട്ടിയിരിക്കുകയാണ്. ഗവൺമെന്റ് അതിവേഗം അതിന്റെ നടപടികൾ പൂർത്തിയാക്കിയാൽ മുനമ്പം പ്രശ്നം അവിടെ തീരും. അതിന് ഇവിടുന്ന് ആൾ പോകുമൊന്നും വേണ്ട. ഇവിടുന്ന് മന്ത്രിമാർ അവിടെ പോയി കാര്യം കൈകാര്യം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഒരു സ്റ്റേറ്റ് മാറ്ററാണ്. ഡിസ്പ്യൂട്ടുകൾ പരിഹരിക്കാൻ കളക്ടറെ ചുമതലപ്പെടുത്തി. അതുപോലെ 90 ദിവസത്തിനകം ഹൈക്കോടതിയെ സമീപിക്കാം. ഇതൊക്കെ ഒരു തരത്തിൽ ഈ പ്രശ്നപരിഹാരത്തിന് നല്ലതല്ലേ? ഒരിക്കലും നല്ലതല്ല. കാരണം കളക്ടറെക്കാളും മുകളിലുള്ള സമിതി പിന്നെ കൈകാര്യം ചെയ്യേണ്ട, വിശ്വാസികൾ കൈകാര്യം ചെയ്യേണ്ട, അതത് വിശ്വാസികൾ കൈകാര്യം ചെയ്യേണ്ട വിഷയമാണത്. അതിന് ഓരോ മതവിഭാഗങ്ങൾക്കും അതിൻ്റെതായ റൈറ്റും അതിൻ്റെതായ നിയമവും നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊട്ടക്ഷനാണ്. അവിടെ കളക്ടർക്ക് എന്താ സ്ഥാനം? കളക്ടർ തർക്കമുള്ള ഭൂമി ഏറ്റെടുക്കാനും 145 അങ്ങനത്തെ കാര്യങ്ങൾക്കാണ്. ഇത് റിലീജിയസ് മാറ്ററിന് ഓരോരുത്തർ വഖഫ് ചെയ്യുന്ന ഭൂമി അതിനൊരു സമിതിയുണ്ട്. ദേവസ്വം ആണെങ്കിൽ അവർ ഇതാണെങ്കിൽ ഇവർ അങ്ങനെ. അവിടെ കളക്ടറെ കൊണ്ടുവരുന്നത് ദുരുദ്ദേശപൂർവ്വമാണ്. കളക്ടർ ഒരു ഉദ്യോഗസ്ഥനാണ്. കളക്ടറല്ലല്ലോ മതകാര്യങ്ങൾ തീരുമാനിക്കും. ഒരു ജനാധിപത്യ സംവിധാനമായിട്ടുള്ള അതെ, അതാണ് ഭരണഘടനയുടെ. അപ്പോഴൊരു സംശയം, ഇതിപ്പോ വിശ്വാസികൾ മാത്രമായിട്ടല്ലല്ലോ ഡിസ്പ്യൂട്ട് നിലനിൽക്കുന്നത്. വിശ്വാസികൾ അല്ലെങ്കിൽ മറ്റ് മതത്തിൽപ്പെട്ടവരുമായിട്ട് ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട ഒട്ടേറെ തർക്കങ്ങൾ പല സംസ്ഥാനങ്ങളിലുണ്ട്. ഇപ്പൊ മുനമ്പം മാത്രമല്ല പറയുന്നത്, മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ അതിനൊക്കെ രാജ്യത്ത് നിയമങ്ങളുണ്ട്. അവിടെ ലോ ആൻഡ് ഓർഡർ വന്ന പോലീസ് ഇടപെടൽ, അതിനൊക്കെ നിയമം ഇവിടെ രാജ്യത്ത് വേറെ ഉണ്ട്. അതിനൊക്കെ നിയമം വേറെ ഉണ്ട്. പക്ഷേ വഖഫ് സ്വത്ത് അത് സംബന്ധിച്ച് അത് വിൽക്കാൻ പാടുണ്ടോ, വാങ്ങാൻ പാടുണ്ടോ, കൊടുക്കാൻ പാടുണ്ടോ എന്നൊക്കെയുള്ള വിഷയം തീരുമാനിക്കേണ്ടത് വഖഫ് ബോർഡ്, വഖഫ് അതിന് സംവിധാനങ്ങളാണ്. അല്ലാതെ അത് അതിന് പുറത്തുള്ള ആളുകളല്ല. കോൺസ്റ്റിറ്റ്യൂഷൻ നൽകുന്ന ഒരു പ്രൊട്ടക്ഷനാണ്. അവിടെ ഇപ്പോൾ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഉണ്ടായാൽ പോലീസ് ഇടപെടില്ലേ? അതിന് നിയമം വേറെ ഉണ്ടല്ലോ. അത് പ്രശ്നമില്ല. ഈ വഖഫുമായിട്ട് ബന്ധപ്പെട്ടല്ല പൊതുവായിട്ടൊരു ചോദിക്കുകയാണ്. എല്ലാം പോലെ തന്നെ മതങ്ങളും വർഷങ്ങളുടെ പരിണാമത്തിന് വിധേയമായിട്ടുണ്ട്. മതത്തിനുള്ളിലെ ചില നിയമങ്ങളിലെങ്കിലും കാലാടിസ്ഥാനത്തിൽ മാറ്റങ്ങൾ വരേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള ജനറൽ ചോദ്യമൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഒറ്റ വാക്കില് ഉത്തരം പറയാൻ പറ്റുന്നല്ല. സാമൂഹ്യ പരിവർത്തനത്തിന്റെ ഡിബേറ്റ് നടത്തേണ്ടി വരുന്നത്. എവിടെയും ഈ മതനിയമങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചോദിച്ച മാതിരി കാലാനുസൃതമായിട്ട് മാറ്റം വരുത്താൻ കഴിയുന്ന കാര്യമല്ല. അങ്ങനല്ല. അതായത് പേഴ്സണലാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അതിന്റെ ബേസിക് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനങ്ങളും നബിയുടെ ചര്യകളുമാണ്. അത് കാലാനുസൃതമായി മാറ്റാൻ ഒരാൾക്ക് അവകാശമില്ല. അത് പിന്നെ കാലാനുസൃതമായിട്ട് മാറ്റിക്കൊള്ളുന്ന ചോദിച്ചാൽ അതായത് പറഞ്ഞത് നമ്മൾ പറയാൻ പറ്റുന്ന കാര്യമല്ല. അത് ദൈവികമായിട്ടുള്ള നിയമങ്ങളെ ആ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉള്ള കാര്യങ്ങളെ കാലാനുസൃതമായിട്ട് മാറ്റാൻ പറ്റില്ല. അത്തരം ഗഹനമായ വിഷയങ്ങളെ പറ്റിയൊന്നും ഇപ്പൊ ചോദിക്കല്ല എന്ന് പറഞ്ഞതാണ്. മാത്രമല്ല ഈ മതസ്വാതന്ത്ര്യമാണല്ലോ ഭരണഘടനയുടെ അടിസ്ഥാനപരമായിട്ടുള്ള വിശ്വാസമല്ലേ? അതല്ലേ, അതിനെ ബാധിക്കില്ല. ഞങ്ങൾ ഫണ്ടമെന്റൽ ആയിട്ടുള്ള സ്റ്റാൻഡ് എടുത്തിട്ടുള്ളത് കുഞ്ഞാൽ സാർ പറഞ്ഞത് വളരെ ക്ലിയറാണ്. അതായത് ഞങ്ങൾ നേരത്തെ CAന്റെ സമയത്ത് ഞങ്ങൾ എടുത്ത സമീപനം എന്ന് പറയുന്നത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ പൗരത്വം കൊടുക്കുന്നത് തെറ്റായ പ്രവണതയാണ്. അതേ പ്രിൻസിപ്പിൾ തന്നെ ഞങ്ങൾ ഇതിലേ എടുത്തിട്ടത്. അതിവിടെ പറഞ്ഞു ഭരണഘടനയിലെ ആർട്ടിക്കിൾ 15, 16, 14 അങ്ങനെയെല്ലാം ഞങ്ങൾ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. അതായത് മതപരമായ വിശ്വാസത്തിനനുസരിച്ച് അതിൻ്റെ സ്വത്തുക്കളും കാര്യങ്ങളും കൈകാര്യം ചെയ്യാനുള്ള അവകാശം, ഇക്വാലിറ്റി ബിഫോർ ലോ ആർട്ടിക്കിൾ 14, ഇതെല്ലാം കൃത്യമായി വെച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ചെയ്തിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ മറ്റു കാര്യങ്ങളല്ല പ്രശ്നം.
ബേസിക്കലായിട്ട് അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാട് കോൺസ്റ്റിറ്റ്യൂഷന്റെ നഗ്നമായ ലംഘനമാണിതെന്നുള്ള സ്റ്റാൻഡാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതിൽ കൊച്ചു കൊച്ചു കാര്യങ്ങൾ അതല്ല കാര്യം. അടിസ്ഥാനപരമായിട്ട് ഭരണഘടനയെ പുച്ഛിക്കുന്ന അല്ലെങ്കിൽ ഭരണഘടനയെ നിസ്സാരവൽക്കരിക്കുന്ന ഒരു സമീപനമാണ് ഇത് എടുത്തിട്ടുള്ളത്. എന്നും ഞങ്ങൾ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ എടുത്തിട്ടുള്ള സമീപനം അത് തന്നെയാണ്. അത് തന്നെയാണ് നിങ്ങൾ പാർലമെന്റിൽ വ്യക്തമാക്കിയിട്ടുള്ളതും രാഷ്ട്രപതിക്ക് അയച്ച കത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളതും ഇപ്പോൾ കൊടുത്തിട്ടുള്ള എഫിഡവിറ്റിൽ ഇപ്പോൾ ഞങ്ങൾ കൊടുത്തിട്ടുള്ള പെറ്റീഷനിൽ പറഞ്ഞിട്ടുള്ളതും ഈ അടിസ്ഥാനപരമായിട്ട് സംഗതിയാണ്. അക്കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുടെയും പ്രശ്നമില്ല. ഒന്നാമത്തെ ദിവസത്തിന്റെ പ്രതികരണം, പൊതുസമൂഹത്തിന്റെ പ്രതികരണം നമ്മളൊക്കെ കണ്ടല്ലോ. അതായത് ചില ആളുകൾ ധരിക്കുന്ന അവര് കുലിക്കാൽ വൻതോതിൽ കുരുങ്ങും ലോകം എന്നാണ്. ഇപ്പൊ ഉണ്ടായതെന്താ, ഈ പ്രസ്താവനക്ക് ശേഷം ഇപ്പൊ ഇന്നലെ മീഡിയയിലൊക്കെ ഒരുപാട് ചർച്ച നടന്നു. ഞാൻ ആൾമോസ്റ്റ് എല്ലാ ചർച്ചയും ഒന്ന് വാച്ച് ചെയ്തു. പൊതുസമൂഹം ഇതിനെങ്ങനെ കാണുന്നു, ആങ്കർമാരുൾപ്പെടെ. നമുക്ക് അഭിമാനകരമായ ഒരു ക്വസ്റ്റ്യനാണ് ഞാൻ പറയുന്നത്. ചർച്ചയിൽ പങ്കെടുത്ത ഒരാളും ആ സ്റ്റേറ്റ്മെന്റിനെ സപ്പോർട്ട് ചെയ്ത് വർത്താനം പറഞ്ഞിട്ടില്ല. ന്യായീകരിക്കാൻ ഒരു കുട്ടി ഉണ്ടായിട്ടില്ല. അതിനെക്കുറിച്ച് നിങ്ങളെ ചർച്ചയിൽ പങ്കെടുത്ത അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും ചർച്ചയ്ക്ക് ലീഡർഷിപ്പ് കൊടുക്കുന്ന ആങ്കർമാര്, അതിന്റെ ചർച്ച നയിച്ചവരും ആരുമില്ല അതിനെ സപ്പോർട്ട് ചെയ്യാൻ. അങ്ങനെ കേട്ടാൽ അറക്കുന്ന വർഗീയത കേരളത്തിൽ പറയാൻ പറ്റൂല, പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെയുള്ള ആളുകളെ ഇപ്പോൾ BJP ഒക്കെ ഇലക്ഷൻ ചെയ്യാനൊക്കെയാണ് പരിപാടി ഇടുന്നുണ്ടെങ്കിൽ കേരളത്തിൽ വന്നിട്ട് ഇങ്ങനെയുള്ള ആളുകളെ വാതിൽക്കൽ നിർത്തിയാൽ ഉള്ള വോട്ടും കിട്ടില്ല, പോവും. ഞാൻ പറഞ്ഞുതരാം. അതുകൊണ്ട് നമ്മളതിനെപ്പറ്റി ചർച്ച ചെയ്യാത്തതല്ലേ, നിങ്ങളും ചോദിക്കാത്തതല്ലേ. പറഞ്ഞൊരു കാര്യം, അദ്ദേഹം ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഒന്ന്, മുസ്ലിം ലീഗിന് ഒരു മുസ്ലിം അല്ലാത്ത സ്ഥാനാർത്ഥി ഉണ്ടോ? അദ്ദേഹത്തിന്റെ ഒരു ചോദ്യം. ഈഴവ സമുദായത്തിന് മലപ്പുറം ജില്ലയിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം പോലും ഇല്ല. ഇതൊക്കെയാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള ചോദ്യം. അതൊക്കെ ഇന്നത്തെ ചർച്ച ഒന്ന് കേട്ടാൽ മതി, നല്ലോണം ഒരുങ്ങിയത് നമ്മൾ ഉണ്ടാവും, ആവർത്തിക്കേണ്ട കാര്യമില്ല. അതിലൊക്കെ എല്ലാവരും ആ കണക്കും പറഞ്ഞു, കാര്യങ്ങളും പറഞ്ഞു, ബാക്കിയുള്ളതും പറഞ്ഞു, എല്ലാം സവിസ്തരം പറഞ്ഞിട്ടുണ്ട്. ഈ അത്തരം ബാലിശമായ പ്രസ്താവനകൾ വെച്ചിട്ട് വീണ്ടും കമ്മ്യൂണൽ റിറ്റ് ഉണ്ടാക്കുന്ന ചർച്ച പൊക്കിക്കൊണ്ട് വരണ്ട. ഇന്നലത്തെ ഒരു ദിവസം കൊണ്ട് തന്നെ അത് അസ്തമിച്ചിട്ടുണ്ട്. അത് മതി. ഓരോ ജില്ലയിൽ ഓരോ പാർട്ടിയിൽ ഓരോ തരത്തിലൊക്കെ ആളുകൾ ഏറിയും കുറഞ്ഞൊക്കെ നിൽക്കും. അതൊക്കെ ഒരു മുന്നണിയായിട്ടൊക്കെ നിങ്ങൾ എടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ പ്രാതിനിധ്യമൊക്കെ എല്ലാവരും ഉറപ്പുവരുത്തിയിട്ടുണ്ടാവും. അപ്പോൾ കേരള കോൺഗ്രസിൽ എന്താ അങ്ങനെ, CPM എന്താ ഇങ്ങനെ, ഇടതു മുന്നണിയിൽ എന്താ കൂടുതൽ ആളില്ലാത്ത, ഒരു ജില്ലയിൽ എന്താ ഇങ്ങനെ എന്നൊക്കെ ചോദിക്കും. അത് ആ ചർച്ചയിലേക്ക് കടന്നാലേ അത് ആ കൂടുതൽ നമ്മളും കൂടി പെട്ടുപോകും. അതുകൊണ്ട് ഇന്നലെ മീഡിയയിലൊക്കെ കേരളത്തിന്റെ ഒരു കൾച്ചർ ഉൾക്കൊണ്ടുകൊണ്ട് മീഡിയയിൽ പങ്കെടുത്ത എനിക്ക് വളരെ താങ്ക്സ് ഉണ്ട്. കാരണം മീഡിയ പ്രതിനിധികളടക്കം അതിൽ വളരെ ഗൗരവമായിട്ടും വളരെ സ്ട്രോങ് ആയിട്ടും ഇത്തരം പ്രസ്താവനകളെ മത്സരിക്കുകയായിരുന്നു, എതിർക്കുകയായിരുന്നു. അതാ ഞാൻ പറഞ്ഞത്, ഇങ്ങനെയുള്ള ആളുകളെ മുമ്പിൽ നിർത്തിക്കൊടുത്താൽ മതി, വോട്ട് കിട്ടിയോ വേണ്ടി. ഞാൻ പറഞ്ഞല്ലോ, നിലമ്പൂർ ഇലക്ഷൻ വരാൻ പോകുന്നുണ്ട്. ആ ഇലക്ഷനിൽ 3 കോൺസ്റ്റിറ്റ്യുവൻസി മലപ്പുറം ജില്ലയിൽ നിന്നാണ്. ഇവർക്ക് എത്ര വോട്ട് കിട്ടുമെന്ന് ഇപ്പൊ നിങ്ങൾ ഓർത്തു വെച്ചോ. എന്നിട്ട് ഇലക്ഷൻ കഴിഞ്ഞിട്ട് എന്നോട് ചോദിക്കും, ഇവർക്ക് അവിടെ ഗ്രൗണ്ട് സപ്പോർട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ എത്ര വോട്ട് കിട്ടുന്നുണ്ട്. ഞങ്ങൾക്ക് കിട്ടും, CPM-നും കിട്ടും, 2 മുന്നണിക്കും കിട്ടും. ഇവർക്ക് എത്ര കിട്ടുന്നുണ്ട് നോക്ക്. കെട്ടിവെച്ച കാശ് പോയില്ലെങ്കിൽ പറയും. വഖഫിന്റെ ചർച്ചയില് പ്രിയങ്ക ഗാന്ധി സഭയിലേ ഉണ്ടായിരുന്നില്ല, രാഹുൽ ഗാന്ധി സംസാരിച്ചതില്ല. അക്കാര്യത്തിൽ ലീഗിന് ഒക്കെ ചർച്ച ചെയ്ത ആവശ്യത്തിനായതാ. ഇനി നമ്മൾ ഇത് വെയിറ്റ് ചെയ്യാം. നമ്മുടെ സുപ്രീം കോടതി പഴയതാണ്, ഇനി അത് പോക്കണ്ട. നമ്മൾ സുപ്രീം കോടതിയിൽ മെൻഷൻ ചെയ്തതിന്റെ റിസൾട്ട് നോക്കാം. തമിഴിൽ തമിഴ് ചാനലുകൾ ഉണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു வக்ஃபு திருத்த மசோதாவுக்கு எதிராக
உச்சநீதிமன்றத்திலே வழக்கு தொடர வேண்டும் என்று எங்களுடைய தேசிய கவுன்சிலிலே 3 தினங்களுக்கு முன்பாக முடிவெடுக்கப்பட்டு நேற்றைய தினம் உச்சநீதிமன்றத்திலே இந்திய யூனியன் முஸ்லீம் லீக் சார்பாக வழக்கு தொடர்ந்திருக்கின்றோம். அதை இன்றைக்கு காலையிலே மூத்த வழக்கறிஞர் கபில் சிபல் உச்சநீதிமன்றத்தில் அதை மென்ஷன் செய்திருக்கின்றார். இந்த வழக்கு எங்களுடைய வழக்கு ஏற்றுக்கொள்ளப்பட்டிருக்கின்றது. இந்த வழக்கு தொடர்வதற்காக இந்திய யூனியன் முஸ்லீம் லீகுடைய தேசிய பொதுச் செயலாளர் PK குஞ்சாலிக்குட்டி அவர்களும் எங்களுடைய ராஜ்யசபா லோக்சபாவுடைய பாராளுமன்ற உறுப்பினர்கள் எல்லாம் வந்து இந்த வழக்கை தொடர்ந்திருக்கின்றோம். இந்த சட்ட திருத்தம் அரசியல் சாசன சட்டத்தினுடைய அடிப்படையை மீறுவதால் பிரிவு 14, 15, 16, 26 அவர்களுடைய ஒவ்வொரு மத குழுவினரும் அவர்களுடைய விவகாரங்களை அவர்களே நிர்வகிக்க முடியும் என்பதற்கு எதிராக இன்றைக்கு இவர்கள் சட்ட திருத்தத்தை கொண்டு வந்திருக்கின்றார்கள். இதையெல்லாம் உச்சநீதிமன்றத்திலே நாங்கள் தாக்கல் செய்திருக்கின்றோம். அரசியல் சாசன சட்டத்தினுடைய அடிப்படையை மீறக்கூடிய வகையிலே இந்த சட்ட திருத்தத்தை கொண்டு வந்திருக்கின்றார்கள். இதை தடை செய்ய வேண்டும் என்று கோரி வழக்கு தொடர்ந்திருக்கின்றோம். எங்களுக்கு பிரிவு 40 வக்ஃபினுடைய அடிப்படையை தகர்க்கக்கூடிய வகையிலே வக்ஃபினுடைய சொத்துக்களை வக்ஃபு வாரியம் சொல்ல முடியாது. அந்த சொத்துக்கள் மீதான முடிவுகளை டிஸ்ட்ரிக்ட் கலெக்டர், மாவட்ட ஆட்சியரோ அவருக்கு மேல்நிலையிலே இருக்கக்கூடியவர் தான் முடிவெடுப்பார் என்று சொல்வது எங்களுடைய சொத்துக்கள் பறிபோகக்கூடிய ஒரு நிலை. இதையெல்லாம் சொல்லி இதற்கு எதிராக வழக்கு தொடர்ந்திருக்கின்றோம். இந்த மசோதாவை பாராளுமன்றத்திலே சிறுபான்மை நலத்துறை அமைச்சர் கிரண் ரிஜிஜு தாக்கல் செய்கின்ற போது ஏராளமான சொத்துக்கள் இருக்கின்றது. அந்த சொத்துக்களின் மூலமாக முழுமையான வருமானங்கள் கிடைக்கவில்லை, குறைவான வருமானமே வருகின்றது. இந்த சட்ட திருத்தத்தின் மூலமாக வருவாய் அதிகரிக்கும், ஏழை முஸ்லீம்கள் பயனடைவார்கள் என்று சொன்னார். நான் தமிழ்நாட்டினுடைய வக்ஃப் வாரியத்துடைய தலைவராக இருக்கின்றேன். எந்த வகையிலே இதிலே பயனடைவார்கள், எப்படி வருவாய் அதிகரிக்கும் என்று சொல்லப்படவில்லை. இதில் வருவாயை அதிகரிப்பதற்கான எந்த வழிவகையும் இந்த சட்ட திருத்தத்திலே கிடையாது. ஏற்கனவே வருமானம் வரக்கூடியதெல்லாம் ஒழிக்கக்கூடிய வேலையை இவர்கள் செய்து கொண்டிருக்கின்றார்கள். எப்படி என்று சொன்னால், வக்ஃபுகளுக்கு ஏராளமான நிலங்கள் இருக்கின்றது. அந்த நிலங்களை பயன்பாட்டுக்கு கொண்டு வர முடியாமல் அந்த வருவாயை ஏற்படுத்த முடியவில்லை. பயன்பாட்டுக்கு கொண்டு வருவது சம்பந்தப்பட்ட வக்ஃபுகளிலே பணம் இல்லை. அதற்கு சிறுபான்மை நலத்துறையின் சார்பாக கடனுதவி அளிக்கக்கூடிய திட்டம் ஷாரி சம்பத்தி விகாஸ் யோஜனாங்கிற திட்டத்தில் ஒவ்வொரு வக்ஃபும் அந்த வக்ஃபு நிறுவனங்களில் ஏதாவது டெவலப் பண்ணு சொன்னா 2 கோடி ரூபாய் வரைக்கும் கடன் பெற முடியும் என்ற அந்த திட்டத்தையே கடந்த 3 ஆண்டுகளாக ஒரு கடனுதவியும் அளிக்காத இந்த அரசு வருவாயை அதிகப்படுத்துவோம் என்று சொல்லி ஏமாற்றுகிறார்கள். ஒரே ஒரு வழியிலே வருவாயை அதிகப்படுத்தும் என்று சொன்னார்கள். வக்ஃபுகளில் இருந்து வக்ஃபு வாரியத்திற்கு 7% சகாயத்தை கான்ட்ரிபியூஷன் கொடுக்கக்கூடியதை 5% குறைத்து அந்த வக்ஃபுக்கு வருமாயை அதிகப்படுத்துவதாக சொல்கின்றார்கள். சொத்துக்களை எல்லாம் சிறுபான்மை நலத்துறை அமைச்சர் பேசுகின்ற போது பொதுவான சொத்து என்று சொல்றார். இது தனியார் சொத்து, பொதுவான சொத்து கிடையாது. ரயில்வே சொத்து எப்படி பொதுவானதோ, ராணுவத்துக்கு இருக்கக்கூடிய சொத்து எப்படி பொதுவானதோ, அதுபோல வக்ஃபுக்குடைய சொத்துக்கள் எல்லாம் பொதுவான சொத்து என்று சொல்வது அதற்கு எதிராகத்தான் நாங்கள் இன்றைக்கு உச்சநீதிமன்றத்துக்கு சென்றிருக்கின்றோம். எங்களுக்கு உச்சநீதிமன்றத்திலே ஒரு நல்ல தீர்வு கிடைக்கும் என்று எதிர்பார்க்கின்றோம். இந்த பாரபட்சமான அரசியல் சாசன சட்டத்திற்கு முரணான சட்டத்திற்கு உச்சநீதிமன்றத்திலே தடை கிடைக்கும் என்று நாங்கள் எதிர்பார்க்கின்றோம். அதாவது திருச்செந்துறை என்று திருச்சிக்கு பக்கத்தில் இருக்கிற ஒரு கிராமமே வக்ஃபு சொத்து என்று உரிமை கோரினார்கள் என்று உள்துறை அமைச்சர், சிறுபான்மை நலத்துறை அமைச்சர் பலரும் சொல்கின்றார்கள். அந்த விவகாரத்தை உங்களுக்கு தெளிவுபடுத்த வேண்டும். எங்களுக்கு மூல ஆவணம் பெர்ஃபார்மாவில் அந்த திருச்செந்துறை கிராமத்தில் 383 ஏக்கர் வக்ஃபு செய்திருக்கின்றார்கள். அதற்கு பிறகு 1954-55 காலகட்டத்தில் சர்வே கமிஷனர் அந்த சொத்து பாராதீனம் ஆகிவிட்டது என்று எழுதியிருக்கின்றார். செட்டில்மெண்ட் தாசில்தார் இனாம் செட்டில்மெண்ட் ஆக்ட்ல அந்த சொத்தை எடுத்து ரைத் வாரியில பட்டா கொடுத்துட்டாங்க.
ஏற்கனவே பெர்ஃபார்மாவில் இருந்ததுனால சில காலம் ரிஜிஸ்ட்ரேஷனுக்கு தடை இருந்தது. இந்த சொத்து பாராதனம் ஆகிவிட்டது என்று எங்களுக்கு பெர்ஃபார்மாவில் எழுதியிருக்கு. இந்த சொத்து ரைத்து வாரியா பட்டா கொடுத்துட்டாங்கன்னா இதுக்கு நாங்கள் உரிமை கோரவில்லை. உடனடியாக வக்ஃப் வாரியத்தில் ஒரு தீர்மானம் போட்டு அந்த பத்திரப்பதிவிற்கு இந்த தடையெல்லாம் நீக்கிவிட்டோம். இவர்கள் இன்றைக்கு கொண்டு வரக்கூடிய இந்த சட்ட திருத்தத்தை நியாயப்படுத்துவதற்காக இப்படியெல்லாம் இருக்கு, எல்லா சொத்தையும் வக்ஃப் சொத்துன்னு சொல்ல முடியும், அவளுக்கு ஒரு அளவில்லாத அதிகாரம் வக்ஃபுகளுக்கு இருக்கின்றது, யாருடைய சொத்தையும் வக்ஃப் சொத்து என்று சொல்ல முடியும் என்று சொல்லி பொதுவான மக்களிடத்தில் குழப்பத்தை ஏற்படுத்துகின்றார்கள். அப்படி அந்த திருச்செந்துறையிலே பத்திரப்பதிவு இன்றைக்கு தடையில்லாமல் நடக்கின்றது. அந்தந்த உரிமையாளர்களிடத்தில் தான் அந்த சொத்து இருக்கின்றது. தொடர்ந்து சிறுபான்மைக்கு எதிராக தானே எல்லா சட்டத்தையும் கொண்டு வராங்க. அவங்க இன்றைக்கு டெவலப்மெண்ட்டுக்காக ஏதாவது கொண்டு வந்திருக்காங்கன்னு பாத்தீங்கன்னா, கம்பேர் பண்ணி பாத்தீங்கன்னா, நாட்டினுடைய வளர்ச்சிக்காக முன்னேற்றத்திற்காக கடந்த 10 ஆண்டுகள்ல 11 ஆண்டுகள்ல பாரதிய ஜனதா கட்சி கொண்டு வந்த எந்த சட்ட திருத்தத்தை விட சிறுபான்மையை ஒடுக்குவதற்காக கொண்டு வந்த சட்டங்கள் தான் அதிகம். அவர்கள் வளர்ச்சியை பற்றி சிந்திப்பதே கிடையாது. சிறுபான்மையை ஒடுக்குவதன் மூலமாக பெரும்பான்மையை ஒருங்கிணைக்க முடியும், அதன் மூலமாக அவருடைய வாக்குகளை பெற முடியும், மத ரீதியாக மக்களை பிரிக்க வேண்டும் என்பதை தவிர வேற எந்த திட்டமும் கிடையாது.